എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റോട് കൂടി തന്നെ ചില്ലി ചിക്കൻ നമുക്ക് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കണേ നോക്കാം. അപ്പോൾ വീഡിയോ കാണുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഇവിടെ 500 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് ഒരു മുട്ടയാണ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലോട് കൂടിയ ചിക്കനും ഇതിന് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ ടീസ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ ടീസ്പൂൺ മൈദയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളെടുത്ത ഈ ചിക്കന് ഇത് കറക്റ്റ് അളവാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഒലിവ് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു അളവിൽ നമ്മൾ മൈദയും കോൺഫ്ലവറും ചേർത്ത് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ കോട്ടിങ് നന്നായിട്ട് വരുന്നുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോൾ കറക്റ്റ് കോട്ടിംഗ് ആണ് കേട്ടോ. കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് 1 മണിക്കൂർ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. മിനിമം ഒരു 30 മിനിറ്റെങ്കിലും വെക്കണം കേട്ടോ. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാം. നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ചിക്കൻ പീസസ് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക. ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്, അതെല്ലാം കൂടി കട്ട പിടിച്ച് പോകും. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു സൈഡൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ മറ്റേ സൈഡും കൂടി തിരിച്ചിട്ട് കൊടുത്തിട്ട് മൊരിച്ചെടുക്കുക. ഒരുപാട് ഡ്രൈ ഫ്രൈ ആയിട്ട് എടുക്കരുത്. ഒന്ന് ജ്യൂസി ആയിട്ടിരിക്കണം കേട്ടോ നമ്മുടെ ചിക്കനെല്ലാം. ഏകദേശം 7 മിനിറ്റോളം എടുത്തു നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വരാനായിട്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് കോരി മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ള ചിക്കൻ പീസസും ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഇനി നമുക്കൊരു സോസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലോട്ട് 1 ടേബിൾ ടീസ്പൂൺ കോൺഫ്ലവറും 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസും 1 ടേബിൾ ടീസ്പൂൺ സോയാ സോസ് 1.5 ടേബിൾ ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ 1/4 കപ്പ് ചെറു ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ പ്രിപ്പറേഷൻ തുടങ്ങുന്നതിനേക്കാളും മുമ്പായിട്ട് ഈ ഒരു സോസ് തയ്യാറാക്കി വയ്ക്കുക കേട്ടോ. ചൂടുവെള്ളത്തിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ കോൺഫ്ലവറൊക്കെ നന്നായിട്ട് അലിഞ്ഞു വരും. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് 1 ടേബിൾ ടീസ്പൂൺ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മീഡിയത്തിൻ്റെയും ഹൈൻ്റെയും ഇടയിൽ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്പ്രിംഗ് ഓനിയൻ്റെ വൈറ്റ് പാർട്ട് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്കിതിലോട്ട് സവോള ചേർത്ത് കൊടുക്കാം. ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവോളയാണ്. ഒരു സവോള നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മീഡിയം സൈസിലുള്ള ഒരു ക്യാപ്സിക്കം ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതാണ്, അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ക്യാപ്സിക്കം ഒന്നും വെന്ത് പോകരുത്. അതായത് ചെറുതായിട്ട് അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി വന്നാൽ മാത്രം മതി കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ റോ ഫ്ലേവർ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഞാനിവിടെ ഡ്രൈ ആയിട്ടുള്ള ചില്ലി ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഗ്രേവി ടൈപ്പ് ആണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊരു 2 മിനിറ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. നമുക്ക് ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് സോസിലൊക്കെ ഉപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് ഉപ്പും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. എന്നാലാണ് ആ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുതായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഗ്രേവിയൊക്കെ ചിക്കനിലോട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം ചിക്കനിലോട്ട് നന്നായിട്ട് മസാലകളൊക്കെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 1-2 മിനിറ്റ് നമ്മളതൊന്ന് ചൂടാക്കി എടുക്കണം. പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് സ്പ്രിംഗ് ഒനിയൻ്റെ ആ ഒരു പച്ച കളറുള്ള പോർഷൻ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിതിലോട്ട് അജിനോമോട്ടോ ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ പുറമേ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അവരത് ചേർക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ട് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്